ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കണ്ടു. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഓക്കെ ഫീലാണ് എനിക്ക് പേഴ്സണലി തന്നത്. എനിക്കിത് ഫസ്റ്റ് ഷോ കാണണം എന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ബട്ട് എനിവേ എന്തായാലും സിനിമ കണ്ടു. ഇതിൻ്റെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കുഴപ്പമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സ്ക്രിപ്റ്റ് അത്രയങ്ങ് സ്ട്രോങ് ആയിരുന്നില്ല. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ പിടിച്ചിരുത്തി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ നോർമലായിട്ട് ഒരു ട്വിസ്റ്റോ അങ്ങനെയൊന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒന്നും ഇല്ലാതെ ചുമ്മാ അവസാനിപ്പിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സുരേഷ് ഗോപിയുടെ ആണെങ്കിൽ കൂടി കുറച്ചധികം പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ലൈക്ക് ചിന്താമണി കൊലക്കേസ്, അതുപോലെ കുറേ പഞ്ച് ഡയലോഗ്സ് ഇല്ല എന്നല്ല, 1-2 സീനൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് അത് പോരാ എന്ന് തന്നെ തോന്നിപ്പോയി. അത്രയും നല്ല ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വന്നത് തന്നെ ഈ സിനിമയുടെ പേര് തന്നെ, ടൈറ്റിൽ തന്നെയാണ്. ഓൾറെഡി നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ അതിന് പേരിൽ ഉണ്ടാവുകയും ചെയ്തു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള, എന്തോ ഒരു സീരിയസ് ആയിട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട്. വലിയൊരു സബ്ജക്റ്റ് തന്നെ സംസാരിക്കുന്നുണ്ട്. സബ്ജക്റ്റ് വലുതായിരുന്നു, പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് അത്രയും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയൊരു, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം പറയാം, പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലൊരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പെർഫോമൻസ് വൈസ് സുരേഷ് ഗോപി നന്നായിരുന്നു, അനുപമ ഈസ് ഓക്കെ, പിന്നെ മാധവ് സുരേഷ്, ബൈജു സന്തോഷ്, ദിവ്യ പിള്ള, സുധീർ രാമചന്ദ്രൻ, ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഓക്കെ. മോശം പെർഫോമൻസ് എന്നല്ല, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ സിനിമ ഒരു എബോവ് ആവറേജ് ലെവലിലേക്ക് മാറിയേനെ എന്നെനിക്ക് തോന്നിപ്പോയി. ബട്ട് ഇതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഞാൻ ഈ സിനിമയെ പറ്റി ഒന്നും പറയുന്നില്ല. സീൻ ബൈ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, ഞാൻ അതേ പറയുള്ളൂ. എന്തായാലും നിങ്ങളൊരു എക്സ്പീരിയൻസ്, ഒരു തവണ വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ എന്തായാലും ഇതുണ്ട്. നിങ്ങൾക്ക് പോയി തിയേറ്ററിൽ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം.